ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മൈത്രേയൻ. അദ്ദേഹത്തെ പറ്റി ഒരു സ്വതന്ത്രമായിട്ടൊരു അവലോകനം നടത്തണം എന്ന് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, മൈത്രേയനെ ഞാൻ പരിചയപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ മൈത്രേയനെ കാണണം, അദ്ദേഹത്തെ കേൾക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് ഒരു ക്രിസ്ത്യൻ വൈദികനായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റാണ് എന്നോട് ആദ്യമേ പറയുന്നത് ഈ വ്യക്തിയെ കേൾക്കണം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്ന് മുതൽ ഞാൻ മൈത്രേയനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏകദേശം 2018-19 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ തെറി വിളിക്കുന്നതും അദ്ദേഹത്തിനെതിരെ മോശമായിട്ട് കമൻ്റ് ഇടുന്നതുമായിട്ടാണ് ഞാൻ അന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മൈത്രേയൻ്റെ വീഡിയോകളുടെ അടിയിൽ ഒരു 90% മൈത്രേയൻ്റെ വീക്ഷണങ്ങളെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഞാൻ കാണുന്നത്. വളരെ അപൂർവമായിട്ട് മൈത്രേയനെ തെറി വിളിക്കുന്നതും മൈത്രേയനെ മോശമായിട്ട് പറയുന്നതുമായിട്ടുള്ള കമൻറ്റുകൾ കാണുന്നുള്ളൂ. അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ എതിർക്കാൻ പറ്റാത്തവർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുക. ഞാനിതൊന്നുമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മൈത്രേയനെ ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് വീക്ഷിച്ച് അദ്ദേഹത്തിനെ ഒന്ന് അവലോകനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മൈത്രേയനും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിനും ഇത് കാണുവാനാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 7-8 വർഷം മുമ്പാണ് മൈത്രേയനുമായിട്ട് ഇങ്ങനെ മൈത്രേയൻ്റെ വീഡിയോകൾ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് കാണാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചായിരുന്നു. അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മൈത്രേയൻ്റെ വീക്ഷണങ്ങളാണ് എന്നിലൊരു മാറ്റം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ഭൂമിയിൽ തന്നെ, ഈ ലോകത്ത് തന്നെ വേറൊരു വ്യക്തി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാറ്റം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് മൈത്രേയനാണ്. അതായത് എൻ്റെ വീക്ഷണങ്ങളെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായത് ഇതാണ് ശരി. കാരണം ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. വേറൊരു വഴി കൂടെ മനസ്സിൽ നമ്മളും തലയ്ക്കകത്ത് ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാൻ മനസ്സിലാവും ഇതിങ്ങനെ വരാൻ വഴിയുള്ളൂ. കാരണം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ മണ്ണ് കുഴച്ചൊരു മനുഷ്യനെ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ ജഡ്ജി മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമോ, അതൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രീതി, അതൊന്നുമല്ല അതിൻ്റെ വഴി എന്നുള്ളത് നമുക്ക് മൈത്രേയനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ക്രിസ്ത്യൻ വൈദികനാണ് എന്നെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തന്നോ പറഞ്ഞിരുന്നല്ലോ. അതായത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, പല ക്രിസ്ത്യൻ വൈദികരും മൈത്രേയൻ്റെ ഫോളോവേഴ്സാണ്. പല ഹിന്ദു സന്യാസിമാരും ഹിന്ദു വൈദികരും മൈത്രേയൻ്റെ ഫോളോവേഴ്സാണ്. ഈവൻ ഇസ്ലാം പുരോഹിതന്മാർ വരെ മൈത്രേയനെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അവർക്കൊന്നും മൈത്രേയൻ ശരിയാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൈത്രേയൻ്റെ വീക്ഷണങ്ങൾ തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എങ്കിലും മൈത്രേയൻ്റെ ഗുണവും ദോഷവും ഒന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, മൈത്രേയനെ പറ്റി വിമർശനം നടത്തിയ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു എത്തീസ്റ്റ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ പറയുന്നത്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മൈത്രേയൻ്റെ വീക്ഷണങ്ങളോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ മറ്റൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേന് മൈത്രേയനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയാണ്. മൈത്രേയൻ ജീവിതകാലത്ത് ഒരു പണിയും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഞാൻ. ആരിഫ് ഹുസൈൻ തെരുവോത്ത് പിന്നെ പുള്ളിയുടെ കൂട്ടത്തിൽ നടക്കാനായിട്ട് കുറച്ച് പേരുണ്ട്. അവരൊക്കെ അങ്ങനെ പറയുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, മൈത്രേയൻ ചെയ്യുന്ന പണിയല്ലേ. അദ്ദേഹം ഈ മലയാളികളുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും കൈക്കോട്ടും തൂമ്പായി എടുത്തുകൊണ്ട് കപ്പയ്ക്ക് കളിക്കാൻ ഇറങ്ങണോ? അതാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കപ്പയ്ക്ക് കളിക്കാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നവരും ആ പണി ചെയ്തിട്ട് വേണം വന്ന് മൈത്രേയനെ വിമർശിക്കാൻ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു മൈത്രേയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മേനോനോ അങ്ങനെ കണ്ട ഒരു വ്യക്തി അദ്ദേഹം ഇതുപോലെ തന്നെയാണ് പറയുന്നത്, മൈത്രേയൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്തത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കുഴിഞ്ഞിറങ്ങി അദ്ദേഹത്തെ വിമർശിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ മൈത്രേയൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് കാണുകയാണോ ചെയ്യുന്നത്? സത്യത്തിൽ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഓരോ വ്യക്തികളുടെ വ്യക്തി ജീവിതത്തിലോട്ട് പോയാൽ ഗുണവും കാണും ദോഷവും കാണും. അപ്പോൾ അതാണോ നമ്മൾ ഒരു സമൂഹത്തിൽ, ഒരു സോഷ്യൽ മീഡിയയിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട അത്തരം കാര്യങ്ങളാണോ? ഒരിക്കലും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം
മൈത്രേയൻ്റെ വീക്ഷണങ്ങൾ ഈ കേരള സമൂഹത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ മൈത്രേയൻ്റെ 1-2 ഡ്രോബാക്സ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ അതുകൂടി ഇവിടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പെട്ടെന്ന് കോപാകുലനാകുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ പെട്ടെന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളോട് യോജിക്കാതെ വരുന്നവരോട്, ഇപ്പോൾ ഒരു ഡിസ്കഷനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളോട് യോജിക്കാതെ വരുമ്പോഴത്തേന് പെട്ടെന്ന് അദ്ദേഹം രോഷാകുലനാകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് പറഞ്ഞത്, നമ്മളൊരു മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് വെളിയിലിട്ട് കഴിയുമ്പോൾ അതൊന്ന് പിടയ്ക്കുമല്ലോ, അങ്ങനെ ഒന്ന് പിടയ്ക്കെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? കാരണം ഇവർ പറയുന്ന വീക്ഷണങ്ങൾ അവർ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടതല്ല, അവർ ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോഴത്തേക്കിന് അവർ വിമർശനങ്ങളിലേക്ക് പോകുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൻ്റെ അതൊരു മറുവശം കൂടെ ഉണ്ട്. മറ്റൊന്നുമല്ല, ഈ വിമർശിക്കുന്നവരൊന്നും മൈത്രേയനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, അവർക്ക് കിട്ടാനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ ആ വ്യക്തി ഞാനും മാത്രമല്ല, അവിടെ ഒരു 1, 10, 100, 1000, 1,00,000 ആളുകൾ നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. അവരിൽ 1,00,000 പേരുണ്ടെങ്കിൽ അതിൽ 99% കേൾക്കുന്നവരും മൈത്രേയനെ ഫോളോ ചെയ്യുന്നവരുമായിരിക്കും. അവർ മൈത്രേയനിൽ നിന്ന് എന്ത് കേൾക്കുന്നു, എന്ത് എനിക്ക് കിട്ടും എന്നാഗ്രഹിച്ചാണ് അവർ മൈത്രേയനെ കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആവുകയും ചൊടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് അതുകൊണ്ട് കിട്ടേണ്ട ഒരു എന്നാ പറയുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. വേറൊരു വിമർശകനുണ്ട്, ഇസ്ലാമിക വിമർശകനുണ്ട്, EA ജബ്ബാർ എന്ന് പറയുന്നത്, നമ്മൾ ജബ്ബാർ മാഷ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ കേട്ടാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹം എത്ര പക്വതയോടുകൂടിയും ഈവൻ ടെമ്പേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, ഈ ഇസ്ലാമിക വിമർശകരുണ്ട്, ഇവരെല്ലാം വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഈ ജബ്ബാർ മാഷിനെയും അതുപോലെ തന്നെ വളരെ നീചമായ രീതിയിൽ വിമർശിക്കുകയും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന പല കമൻറ്റുകളും അദ്ദേഹം തന്നെ അത് വായിച്ചിട്ട് അതിനെ വളരെ പക്വതയോടുകൂടിയുള്ള മറുപടി അദ്ദേഹം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തായിരുന്നു, നമ്മളൊരു വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ, നമ്മുടെ പേഴ്സണൽ ഇതെടുക്കുമ്പോൾ നമുക്കൊരു റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജബ്ബാർ മാഷ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളോടുള്ള വളരെ പക്വതയോടുകൂടിയുള്ള മറുപടി അദ്ദേഹം ഒരിക്കലും അപ്സെറ്റായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കേൾക്കുന്നവർ, വിമർശിച്ച ആൾ ഒരു പക്ഷേ മാറില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അപ്പം അത് കാണുമ്പോഴത്തേക്കിന് ജബ്ബാർ മാഷിൻ്റെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു വലിയൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ നെഹ്റുവിനെ കളിയാക്കിക്കൊണ്ടുള്ള കാർട്ടൂണുകൾ വളരെ അധികം വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നെഹ്റുവിന് അതെല്ലാം കാണുന്നതും അദ്ദേഹം അത് വാച്ച് ചെയ്യുകയും സ്ഥിരമായിട്ട് അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടെ. അദ്ദേഹം ഈ കാർട്ടൂണിസ്റ്റിനോട് തന്നെ പറയുമായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കോപ്പി എൻ്റെ ഓഫീസിൽ കൊണ്ടുതരണം, എനിക്കത് കാണണം, എനിക്കത് എൻജോയ് ചെയ്യണമെന്ന് പറയുമായിരുന്നു പറഞ്ഞു. പിന്നെ അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികൾ, അതായത് മൈത്രേയനെ ഈ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെ പറ്റി എത്ര അറിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് അടുപ്പിച്ച് ഇൻ്റർവ്യൂകൾ വരുന്നു. നമ്മൾക്ക് കേട്ടിട്ടില്ലാത്തതും അറിയാത്തതുമായ യൂട്യൂബേഴ്സും മൈത്രേയനെ വിളിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ നടത്തുകയാണ്. പറയുന്ന ടോപ്പിക്കുകളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരാഴ്ച വന്ന ടോപ്പിക്ക് തന്നെ അടുത്ത ആഴ്ചയും വരികയാണ്. അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് ഒരു ടോപ്പിക്ക് തന്നെ വരുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് ബോറടിക്കും. ആ ബോറടിക്കുമ്പം അതിനോടൊരു മടുപ്പ് തോന്നും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വെൽ നോൺ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഇൻ്റർവ്യൂ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ റെപ്പറ്റീഷൻ വരാതെ നോക്കുകയും ചെയ്താൽ കൂടുതൽ ആ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലല്ലാതെ മൈത്രേയനിൽ എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും ചെറിയ മൈനറായിട്ടുള്ള ചില ഡ്രോബാക്സ് ഉണ്ടെന്നല്ലാതെ എനിക്ക് മൈത്രേയനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെല്ലാം വളരെ ഹൈ അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരാളുമാണ് ഞാൻ. ഇനിയും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലൂടെ കേരള സമൂഹത്തിന് വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.